ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. രാജിവെക്കാൻ കഴിയുമെന്ന നിർദ്ദേശമാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു നിർദ്ദേശമാണല്ലോ രാജിവെക്കണം എന്നുള്ളത്. ആ നിർദ്ദേശത്തിൽ സ്വീകരിച്ചതുകൊണ്ട് എന്താ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കാണുക? പ്രശ്നപരിഹാരാർത്ഥം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെ ഗൗരവത്തിൽ കാണുകയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി അവസാനിക്കുകയും ചെയ്യും. അല്ല, അദ്ദേഹം കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും ചേർന്ന എംപിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. എംപിമാരെല്ലാവരും ആ പ്രശ്നം ഉന്നയിച്ചിരുന്നു. കാരണം അവർ നിർലോഭമായ സഹായമാണ്, പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നത് നന്നായി എന്നൊരു നിലപാടാണ് എടുത്തത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ പാർട്ടി എടുത്ത നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഗവൺമെന്റിന്റെ നിലപാടുകളുടെ വിരുദ്ധമല്ല, സഹായകമായ നിലപാടാണ്. മന്ത്രി എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വനം വകുപ്പിന് ആശ്വാസമുള്ളൊരു കാര്യം സംഭവിച്ചു. മനുഷ്യരെ ചുറ്റിച്ച ആ കടുവയില്ലേ, കാളികാവിലെ കടുവ, അത് കൂട്ടിലായി. നിരവധി കടുവ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ കെണിയിലായത്.